നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. HSCയുടെ മിക്ക യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലും അതുപോലെ CHOയുടെ പല യൂണിറ്റുകളിലേക്കും ഇപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നു. CHO 8ൻ്റെ അണ്ടറിലുള്ള പല നഴ്സിംഗ് യൂണിറ്റുകളിലേക്കും മെഡിക്കൽ സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇൻ്റർവ്യൂ ഇപ്പോൾ നടക്കുന്നു. അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. 9 കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകളാണ് അയർലൻഡിലുള്ളത്. അക്യൂട്ട് ഹോസ്പിറ്റലുകൾ കൂടാതെ അതിന് പുറത്ത് സാമൂഹിക മാനസിക പരിചരണം, ആരോഗ്യക്ഷേമ പരിചരണം എന്നിവയൊക്കെയാണ് CHO കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സേവനങ്ങളൊക്കെ പ്രാദേശികമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി HSC തന്നെയാണ് ഇതിനുള്ള ധനസഹായങ്ങളും മറ്റും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ HSC തന്നെയാണ് CHO നടത്തുന്നത്. CHO 8ലേക്കാണ് ഇൻ്റർവ്യൂ. 6 കൗണ്ടികളാണ് CHO 8ൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൗണ്ടി ലീഷ്, ഓഫ്ലി, ലോങ്ഫോർഡ്, വെസ്റ്റ് മീത്ത്, കൗണ്ടി ലോത്ത്, മീത്ത് തുടങ്ങിയവയാണ് ഈ സ്ഥലങ്ങൾ. അയർലൻഡിലെ തന്നെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ അല്പം റെൻറ്റ് കുറവുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ വീടൊക്കെ എടുക്കുന്നതിനും ഒക്കെ അല്പം ഈസിയാണ്. അയർലൻഡിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. മെഡിക്കൽ സർജിക്കൽ വാർഡുകളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. മെയ് മാസം 8, 9 തീയതികളിലായി ഇൻ്റർവ്യൂ നടക്കും. ഓൺലൈൻ വഴിയായിട്ടാണ് ഇൻ്റർവ്യൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID വഴി അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ സാലറി നമുക്കൊന്ന് നോക്കാം. 35,068 യൂറോ മുതൽ 52,790 യൂറോ വരെയാണ് പ്രതിവർഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല റീലൊക്കേഷൻ പാക്കേജ് അവർ തരുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾ അയർലൻഡിലേക്ക് വരാനായി ചിലവാക്കിയ NMBI, വിസ, OET അല്ലെങ്കിൽ IELTS എന്നിവയ്ക്ക് വേണ്ടി ചിലവാക്കിയ എമൗണ്ടുകൾ അവർ റീഎംബേഴ്സ്മെൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ HSCയുടെ എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടാതെ 24 ഡേയ്സ് ആനുവൽ ലീവ് ആൻഡ് 10 പബ്ലിക് ഹോളിഡേയ്സ് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലവൻറ്റ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, NMBI രജിസ്ട്രേഷൻ, വാലിഡ് IELTS ഓർ OET സർട്ടിഫിക്കറ്റ്, എ മിനിമം ഓഫ് 3 ഇയർ അക്യൂട്ട് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CV, IELTS അല്ലെങ്കിൽ OET, NMBI സ്റ്റാറ്റസ് ഇതൊക്കെ വെച്ച് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരുപാട് പേർ അവരുടെ DLൻ്റെ കാലാവധി, അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OETയുടെ കാലാവധി ഇതൊക്കെ തീരാറായിരിക്കുന്നവരുണ്ട്. അവരൊക്കെ തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.